എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. PM കിസാൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ളവരുടെ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരും ഉന്നയിച്ചിട്ടുള്ള ഒരു സംശയമാണ് അപ്രൂവൽ എന്നത്തേക്ക് ആകും, അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഈ രണ്ട് ചോദ്യങ്ങളാണ് വീഡിയോകളുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ പ്രധാനമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള മറുപടി നൽകുവാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും എങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് എന്നതിനെ സംബന്ധിച്ച വിശദമായ ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്കുകൾ മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. PM കിസാൻ കതിർ രജിസ്ട്രേഷൻ, എയിംസ് പോർട്ടൽ തുടങ്ങിയവയായിട്ടൊക്കെ ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അഗ്രിസ്റ്റാക്കിൻ്റെ വെബ്സൈറ്റിലേക്ക് വന്നാൽ ഇവിടെ ടോട്ടൽ എൻറോൾമെൻറ്റ് എത്രയാണെന്നും PM കിസാൻ ഗുണഭോക്താക്കൾ അതിൽ എത്ര പേരുണ്ടെന്നും ഒക്കെ കാണിച്ചിട്ടുണ്ട്. കൂടാതെ അപ്രൂവ്ഡ് കേസസ് എത്രയുണ്ടെന്നും ഫാർമർ ID ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് ഡാഷ്ബോർഡിൽ നിന്നും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ അവിടെ നമുക്ക് അപ്രൂവൽ പെൻഡിങ് എന്നുമാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് വളരെയധികം പേർക്ക് അപ്രൂവൽ പെൻഡിങ് എന്ന് കാണിക്കുന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, ഇതിലിനി വെരിഫിക്കേഷൻ സ്റ്റേജുകൾ കടന്നു പോകാനുണ്ട്. അതിലാദ്യത്തേത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെരിഫിക്കേഷനാണ്. ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വില്ലേജ് ഓഫീസ് തന്നെയാണ്. വില്ലേജ് ഓഫീസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സർവേ നമ്പരും ലാൻഡ് ഡീറ്റെയിൽസും ഒക്കെ കറക്റ്റാണോ എന്ന് വില്ലേജ് ഓഫീസിൽ തലത്തിൽ ഇത് പരിശോധിച്ച് അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം വളരെയധികം വില്ലേജുകളിൽ ഇതിനുള്ള നടപടികൾ ഇതിനോടകം ആരംഭിച്ചിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവർക്ക് യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താണ് ഈ ഒരു വെരിഫിക്കേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടുന്നത്. അത് ഒട്ടുമിക്ക വില്ലേജുകളിലും ഇനി ആരംഭിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിനോടകം ആരംഭിച്ചിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ജൂലൈ 31-നകം ഈ ഒരു നടപടിക്രമങ്ങൾ അതാത് വില്ലേജുകളിൽ ആരംഭിക്കുകയും വെരിഫിക്കേഷൻ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡേറ്റ് നീട്ടുകയാണെങ്കിൽ ഈ നടപടിക്രമങ്ങൾക്കൊക്കെ കാലതാമസം വരാനും സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമതൊരു അപ്രൂവൽ കൂടിയുണ്ട്, ഫൈനൽ അപ്രൂവൽ. അത് വില്ലേജ് ഓഫീസുകളിൽ നിന്നും അപ്രൂവ് ചെയ്ത് അടുത്ത ഘട്ടം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷിഭവൻ തന്നെയാണ്. അതായത് കൃഷിഭവനുകളിൽ സ്പോട്ട് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടത്തിയാണ് ഇത് വെരിഫൈ ചെയ്യുന്നതെന്നാണ് അറിയുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ കതിർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൃഷിഭൂമിയുടെ ഫോട്ടോ ആപ്പ് ഉപയോഗിച്ച് ഫോട്ടോ എടുത്താണ് വെരിഫിക്കേഷൻ ചെയ്യുന്നത്. ആ ഒരു ഡാറ്റയെ ഇതിനായിട്ട് ആശ്രയിക്കുമോ എന്ന് അറിയാൻ സാധിക്കില്ല. എന്തായാലും കതിർ രജിസ്ട്രേഷനും കൂടി ഇതിനോടൊപ്പം ചെയ്തു വയ്ക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. കതിർ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നതിനെ സംബന്ധിച്ച വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം. ഇനി മറ്റൊരു കാര്യമുള്ളത് എഡിറ്റിങ്ങിനെ കുറിച്ചാണ്. പലരും കൃഷിഭൂമി മാറിപ്പോയി മറ്റൊരാളുടെ സർവേ നമ്പർ കൊടുത്ത് ചെയ്തു പോയി, അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ നിരന്തരം കമൻറ്റുകളിൽ ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 2 വെരിഫിക്കേഷൻ ഘട്ടങ്ങളുണ്ടെന്ന്. ഒന്ന് റവന്യൂ തലത്തിൽ, വില്ലേജ് അടിസ്ഥാനത്തിൽ. ഈ വില്ലേജ് അടിസ്ഥാനത്തിൽ നടക്കുന്ന വെരിഫിക്കേഷനുകളിൽ എന്തെങ്കിലും അപാകതകൾ കണ്ടെത്തിയാൽ, എന്തെങ്കിലും എറർ കണ്ടെത്തിയാൽ അവർ അത് റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റീസണും അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ റിജക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് കൃഷിഭവനിലെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. അവിടെയും എന്തെങ്കിലും എറർ കണ്ടെത്തിയാൽ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കണ്ടെത്തിയാൽ അവിടെ അവർ റിജക്റ്റ് ചെയ്യും. ആ റിജക്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കും. ഇങ്ങനെ ലാൻഡ് ഡീറ്റെയിൽസ് കൊടുത്ത ഘട്ടത്തിലുണ്ടാകുന്ന മിസ്റ്റേക്കുകളും അതേപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് കൊടുത്തപ്പോഴുണ്ടായിട്ടുള്ള അപാകതകളുമൊക്കെ ഈ റിജക്ഷൻ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്ത് പരിഹരിച്ച് വീണ്ടും സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓൺലൈനായി സ്വന്തമായി ചെയ്യാൻ അറിയാവുന്നവർക്ക് വീഡിയോകൾ മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ചെയ്യുന്ന വീഡിയോകൾ ലഭ്യമാണ്. അത് നോക്കി ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ, CSC സെൻറ്ററുകൾ, മറ്റ് ഓൺലൈൻ സെൻറ്ററുകളെ സമീപിച്ചാലും അവർ ചെയ്തു തരും. അല്ലെങ്കിൽ കൃഷിഭവനെ നേരിട്ട് സമീപിച്ചും അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.